ഹലോ ഗൈസ്, ഇന്ന് പേരൂർ അമ്പലത്തിലെ 6ാമത്തെ ഉത്സവത്തിന്റെ ദിവസമാണ് കേട്ടോ. സ്കൂട്ടർ പാർക്ക് ചെയ്തതും എന്റെ കൂടെ 10ൽ പഠിച്ച ബിജിനെ അഭിജയെ ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെ അവരുടെ അടുത്ത് കുറച്ചേരം സംസാരിച്ചു. ഇനി നമ്മുടെ മെയിൻ ഉത്സവത്തിന് വെറും 4 ദിവസം കൂടെ മാത്രമേ ഉള്ളൂ ബാക്കി. ഇന്ന് അമ്പലത്തിൽ നാടകമായിരുന്നു കേട്ടോ, പ്രോഗ്രാം ആയിട്ട്. അങ്ങനെ ഇന്ന് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ സാഹചര്യം കൂടി നീ മനസ്സിലാക്കണം. എനിക്ക് വന്ന ആലോചനകളൊക്കെ സ്വന്തം ഏട്ടൻ തന്നെ മുടക്കും. അപ്പോഴാ നിന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നത്. കുറച്ചു നേരം നാടകത്തിന്റെ വീഡിയോ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ അകത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഇതേ ക്യാമറയും പിടിച്ച് ധനുഷണ്ണൻ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ ധനുഷണ്ണത്ത് കുറേ നേരം സംസാരിച്ചു. അപ്പൊ ധനുഷണ്ണൻ ഷൂട്ട് ചെയ്യുന്നത് ധനുഷണ്ണൻ അറിയാതെ ഞാൻ വീഡിയോ എടുത്തു. അപ്പൊ ഈ വീഡിയോ കാണുമ്പോഴേക്കും ധനുഷണ്ണനെ അറിയുന്നത്. അത് കഴിഞ്ഞ് ഞാനും അവ്യൂട്ടനും അതിരിപ്പൊന്നും കൂടിയിട്ട് നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയത്. അതായത് നമ്മള് ഉത്സവ പറമ്പിൽ കിട്ടുന്ന കഴിക്കാനുള്ള സാധനങ്ങൾ. പിന്നെ അവിടെ മുളക് ബജി, സർബത്ത്, ഐസ്ക്രീം ഒക്കെ വേറെ ഉണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും കപ്പലണ്ടി, പച്ചപ്പട്ടാണിയൊക്കെ മേടിച്ചപ്പോൾ ഞാൻ ഈ കടലയുടെ സാധനം കേട്ടോ മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടപ്പണനും അജയമാമനും വേറെ ഇതു മാമനും കൂടെ പായസമൊക്കെ വിളമ്പുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ പൂജയുടെ പ്രസാദമാണ്. അതെ അതെ, കുറച്ച് കൊടുത്താൽ മതി കേട്ടോ ഈ ആന്റിക്ക്. മരുമോൻ അമ്മായിമ്മയ്ക്ക് വിളമ്പി കൊടുക്കുന്ന കണ്ട് സുഹൃത്തുക്കളെ, അതിൻ്റെ ഇടയ്ക്ക് എന്നെ എടുക്കും എന്ന് പറഞ്ഞ് അനൂപും മാമനും അതിരിപ്പനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ കുറച്ച് നേരം വീഡിയോ എടുത്തതിന് ശേഷം അതിരിപ്പന് നേരെ ഹരിച്ചേട്ടന്റെ കയ്യിൽ പോയി. അദ്രി പെട്ടെന്ന് എല്ലാവരും കമ്പനി ആവുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ഏതോ ഒരു ബലൂൺ കാണിച്ച് ഞാൻ അദ്രിയെ പ്രലോഭിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാനും അദ്രിയും അവ്യൂട്ടനും കൂടിയിട്ട് ഒന്ന് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. ഒരു 10 മണി ആ ഒരു ടൈമിലുള്ള ആൾക്കാരാണ്. അപ്പോഴും നാടകം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അവിടെ. അവിടുന്ന് കടല കട്ടെടുത്ത് കഴിച്ചതിന് ശേഷം അനൂപ് മാമന്റെ ബൈക്കിൽ കയറി അവൻ കുറച്ചു നേരം ഇരുന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇവിടെ വീട്ടിൽ പോയി.